നമസ്കാരം കേട്ടോ. ഞാൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉത്രാളിക്കാവ് പാടത്തിൻ്റെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ആടുകളെ ആട്ടും കുട്ടികളെയൊക്കെ അത് ആൾക്കാർ നോക്കിയിരിക്കണം. പിന്നെ മുകളിൽ ഇതാ കണ്ടില്ലേ, കുറച്ച് പയ്യന്മാർ അത് ഈ ആടിനെ മേയ്ക്കാൻ വന്ന ആൾക്കാരാവുന്നുണ്ട്. അവർ ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടി നോക്കാവുന്നുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് ഇതാ പശുക്കളൊക്കെ അതാ മേയണത് കണ്ടില്ലേ, അതിൻ്റെ സൈഡിൽ കൊറ്റികളൊക്കെ വെക്കണം. പിന്നെ ഇപ്രാവശ്യം കൃഷി പണിതിട്ടൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞാൽ പണിയുമായിരിക്കും. അതിന് ഇപ്പോൾ ഒരു മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉത്രാളി ചന്താണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ അമ്പലത്തിനെ പറഞ്ഞാൽ ഒരു പുരാതനമായിട്ടുള്ളൊരു ദേവീക്ഷേത്രമാണ്. ഭദ്രകാളി ക്ഷേത്രം എന്നൊക്കെയാണ് പറയുക, രുദ്രകാളി എന്നൊക്കെയാണ് പറയുക. ഇവിടെ പറഞ്ഞാൽ ഭയങ്കര ശക്തിയാണ് ഇവിടെ ഈ അമ്പലത്തിൽ. പിന്നെ ഇതിൻ്റെ ബാക്കിലത്തെ കണ്ടില്ലേ റെയിലൊക്കെ പോണ ആ ഒരു ഫോട്ടോ ഒക്കെ, നമുക്ക് ട്രെയിനൊക്കെ പോകണ ഫോട്ടോ ഒക്കെ കിട്ടുമ്പോൾ നല്ലൊരു വൈബ് കിട്ടും ഇവിടെ. അതായിട്ട് ഇവിടെ എപ്പോഴും ഇപ്പോൾ ഒരുപാട് സന്ദർശകർ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അപ്പോൾ അങ്ങനെ ഒരു പ്രശസ്തമായിട്ടൊരു സ്ഥലമായിക്കൊണ്ടിരിക്കുകയാണിത്. പിന്നെ ഇതിലേക്കുള്ള റോഡൊക്കെ കണ്ടില്ലേ, റോഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഭീര റോഡാണ് വന്നിരിക്കുന്നത്. പിന്നെ അവിടുത്തെ ആലുണ്ട്, ആലിൻ്റെ ആല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആൾക്കാർ കുറേ വന്നിരിക്കും. ഈ വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ റിട്ടയർമെൻറ്റ് ജീവിതത്തിലൊക്കെ അവരൊരു 3 മണിക്കൊക്കെ അവർ കുറേ ആൾക്കാരെ കാണാറുണ്ട്. ഇപ്പം ഒന്ന് മഴയായ കാരണം കുറേ ആൾക്കാരൊന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നിറച്ചും ആൾക്കാരായിരിക്കും. പിന്നെ ഇവിടെയാണ് ഈ പൂരമൊക്കെ നടക്കുമ്പോൾ അതല്ലേ, ഇവിടെ ആനകൾ അങ്ങനെയുള്ള ഭയങ്കര ജനപ്രവാഹമായിരിക്കും ആനകൾ. പിന്നെ കൂടെ വലിയ മരുന്ന് മണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര മരുന്ന് മണിയാണ്. മരുന്ന് മണി പറഞ്ഞാൽ നമ്മളിങ്ങനെ അടിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുകളിൽ ഇങ്ങനെ വന്നിങ്ങനെ പൊട്ടുകയാണ് ഇങ്ങനെ ചെയ്യുക. നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ പൊട്ടണ ഒരു പ്രതീതി അനുഭവപ്പെടും.